ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരുപാട് ഫാമിലി ഇഷ്യൂസ് യൂട്യൂബിൽ വന്ന് തല്ലി വെളുപ്പിച്ച ഒരു ഫാമിലിയാണ് ഈ ഉപ്പുമുളകും ലൈറ്റ്. ഇപ്രാവശ്യം അവർ ചെറുതായിട്ട് മകളെ ഒന്ന് ചൊറിഞ്ഞു. ഇനി അതൊരു വലിയ മാന്തായി ഒരു മുറിവായി മാറ്റേണ്ടത് അവരുടെ ആവശ്യകതയാണ്. അവർക്ക് പൈസ വേണം. സാമ്പത്തിക പ്രയാസം വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക അവരുടെ ഒരു നേച്ചർ തന്നെയാണ്. ഇപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അവരുടെ രണ്ടാമത്തെ മകൾ നന്ദന അവരുടെ സമ്മതത്തോട് കൂടിയിട്ടുള്ള ഒരു വിവാഹത്തിന് ഒരുങ്ങി നിൽക്കെ ആ പയ്യനുമായിട്ട് തന്നെ ഒളിച്ചോടേണ്ട ഏറ്റവും വലിയൊരു ഗതികേട് വന്ന ആ കുട്ടി ഇന്നാൾ അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആഡ്സൻസിൽ എന്തോ അക്കൗണ്ടിൽ എന്തോ പ്രശ്നം കാരണം അവരുടെ യൂട്യൂബ് വരുമാനം പ്രോപ്പറായിട്ട് വന്നില്ല. അത് വേറൊരു അക്കൗണ്ടിലേക്ക് തെറ്റിപ്പോയി. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവരത് കറക്റ്റ് ചെയ്തു. അപ്പോൾ അവരനുഭവിച്ചൊരു ടെൻഷനുണ്ട്. ആ മാസത്തെ അവരുടെ വരുമാനം എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ലൈഫിൽ. അത് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ആവുമെന്ന് കണ്ടപ്പോൾ അവരാകെ പേടിച്ചു പോയി. ഇത് ഈ അമ്മയും അച്ഛനും എടുത്ത് ഒരു റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിലവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ. ആ വീഡിയോ ഒന്ന് കാണാം. കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു 5-6 വർഷമൊന്നും കാശിന് വേണ്ടിയിട്ടൊരു ടെൻഷനോ കാര്യങ്ങളോ ഞാൻ അനുഭവിച്ചിട്ടില്ല. കിട്ടാണ്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ടാകുമ്പോഴേക്കും ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ. എന്തോരം കുറ്റവാക്കുകൾ ഞാൻ യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ടെന്ന്. പൊന്നു ഷേപ്പിന്ന് അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിതത്തിന്. കല്യാണം കഴിച്ചോണ്ടിപ്പോ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ എനിക്ക് വിഷമം. അപ്പൊ ആ ഒരാളുമായി കാശ് കിട്ടാണ്ട് അത്രക്ക് ഉരുകി ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിട്ടാ. ഈ വീഡിയോയിൽ അവർ പ്രധാനമായിട്ട് പറയുന്നത് അവരുടെ മൂത്ത മകള് ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വന്ന അതിലൊരു ന്യായീകരണം അവർ കണ്ടെത്തുന്നത് അവർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ പോയി, അവർക്ക് ബന്ധുക്കളുടെ ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ അവരുടെ ഇപ്പോൾ ഈ നന്ദന എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ അവരെ സ്വീകരിച്ചേക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ മകള് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടതല്ലല്ലോ. ഞാനൊക്കെ അവർ പറയുന്നത് അവരുടെ പഴയ കഥയാണ്. അത് 27 കൊല്ലം മുമ്പേ അവരുടെ ഹസ്ബൻഡ് അവർ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 6 വർഷത്തേക്ക് അവർ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചേ ഇല്ല എന്ന്. കാരണം അവരുടെ ഭർത്താവ് അത് ഈ വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ കൂടി അവരുടെ ലോങ് വീഡിയോയിൽ ഞാൻ പറയാം. അവരുടെ ആ മണിപ്പേഴ്സ് നിറയ്ക്കാൻ ഓരോ പ്രാവശ്യം കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം 10,000 രൂപ വെച്ച് കൊടുത്തു. പിന്നെ അത് തീരുമ്പോൾ ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം എന്ന പോലെ അയാൾ ആ പേഴ്സ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരുന്നു. അത്ര അധ്വാനശീലനായിട്ടുള്ള അന്നത്തെ പ്രവാസിയായിട്ടുള്ള ഭർത്താവ് ഒരു 6 വർഷത്തേക്ക് പോലും തനിക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടായില്ല. തൻ്റെ വീട്ടുകാരെ കൂടി സഹായിക്കാനുള്ള സന്മനസ് കാണിച്ചു എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഇതിൽ ആ അമ്മ പറയുന്നതിലൊരു കാര്യം, ഈ രണ്ടാമത്തെ മകള് വിവാഹം കഴിച്ചു കൊണ്ടുപോയി ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു വിവാഹം കഴിച്ച 1 മാസത്തിനുള്ളിൽ പൈസയുടെ ഞെരുക്കം പറയുന്നത് കേട്ട് ഇവർ ഞെട്ടിപ്പോയി എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കത് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇല്ല. കാരണം ഇവർ ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം കൊടുത്തില്ല. വേണ്ട രീതിയിൽ ഒരു ജോലി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തില്ല. എന്നിട്ടും അതിൻ്റേതായിട്ടുള്ള ആ യൂട്യൂബ് വെച്ചിട്ട് അവരൊരു വരുമാനം ഉണ്ടാക്കി. ഭർത്താവും ചെറിയൊരു ജോലിക്ക് പോകണു. ഈ കുട്ടിക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം, മെഡിസിൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചിലവിന് അവർ വരുമാനം കണ്ടെത്തുന്നു. അത് ഭർത്താവിൻ്റെ അച്ഛൻ്റെന്നോ അമ്മയുടേന്നോ വാങ്ങി കാത്തിരിക്കാനായിട്ട് അവർക്ക് പറ്റുമോ? പ്രത്യേകിച്ച് ഇവർ യാതൊന്നും അവരെ വിവാഹം കഴിച്ചു കൊടുക്കുകയോ അതിന് ആഭരണങ്ങൾ കൊടുക്കുകയോ അതിനെന്തെങ്കിലും കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു സപ്പോർട്ടും ചെയ്യാതെ മകളുടെ വിവാഹം നിശ്ചയിച്ച ഒരാളുമായിട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ പിന്നെ അവൾ യൂട്യൂബൊക്കെ ചെയ്ത് നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിക്കേണ്ട ഒരു അച്ഛനും അമ്മയും ഇവിടെ അവളെ ഇങ്ങനെ ചെറിയ കാര്യത്തിന് പോലും അത് പബ്ലിക്കിൽ വന്ന് അപമാനിക്കണം. എന്നാൽ പിന്നെ അവർക്കൊരു മെസ്സേജ് ഇടാം, നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട്? ഈ കല്യാണം കഴിഞ്ഞ 1 മാസമല്ലേ? അതൊരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. ഇവർ ഈ പറയുന്നത് മുഴുവൻ പബ്ലിക്കിൽ വന്നിട്ടാണ്. അതായത് മകള് ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കാൻ എന്താ കാരണം എന്താ? അവള് ഞങ്ങളെ ധിക്കരിച്ചിട്ട് പോയത് കൊണ്ടാണ് അവൾക്ക് വന്നത് ഇങ്ങനെ എന്ന്. അപ്പോൾ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവരെന്നെ വിവാഹം നിശ്ചയിച്ച ഒരു പുരുഷൻ ആലോചന വന്നു. അങ്ങനെ വീണ്ടും 2 ഫാമിലി ആയിട്ട് ഇവർ നിശ്ചയം കഴിച്ചിട്ട ഒരു കപ്പിളാണ് അവരെ പിന്നെയും ചില പ്രശ്നങ്ങൾ വന്ന് നിർഭാഗ്യവശാൽ അവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് ഇറങ്ങി പോകേണ്ടി വന്നു.
അവൾ ഏറ്റവും അധികം അസുഖത്തിന് ഇവർ പൈസ ചിലവാക്കി അങ്ങനെയൊക്കെ വളരെ കെയർ കൊടുക്കേണ്ട ഒരു കുട്ടി അവൾ അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യോടെ ചിന്തിക്കേണ്ട ഒരച്ഛനും അമ്മയും അവൾ ചെറിയൊരു പൈസയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ രാക്ഷസവൽക്കരിച്ചിട്ടൊരു വീഡിയോ തന്നെ ആ ഒരു കണ്ടന്റ് വെച്ച് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താ? ഒരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യം ഒന്നാമതായിട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമ്പോൾ കുറച്ച് വിവാദങ്ങൾ ഇവർ ചൊറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മാന്തു, അപ്പോൾ അവർ മറ്റൊരു എതിർത്തിട്ടൊരു വീഡിയോ ഇടണം, അപ്പോൾ അതൊരു വിവാദമായി. അപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ വരും, ഇവർക്ക് കൂടുതൽ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ വീഡിയോകൾക്ക് വ്യൂസ് കിട്ടും, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും, അങ്ങനെ ചാനൽ മൊത്തം ഒന്ന് പച്ചപിടിക്കും, ലാക്സ് ഓഫ് വ്യൂ ഉണ്ടാവും. ഇതുതന്നെയാണ് ഇവരുടെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം മൂത്ത മകളേനെ പ്രശംസിച്ച് പറയുന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ മൂത്ത മകളും രണ്ടാമത്തെ മകളും പോയ ആ ഒരു സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. മൂത്ത മകള് സ്വന്തം ഇഷ്ടത്തിന് നിശ്ചയം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു. രണ്ടാമത്തെ മകള് ഇവര് നിശ്ചയിച്ച കല്യാണം ഏകദേശം കല്യാണത്തിന്റെ ഡേറ്റ് ആയിട്ടാണ് ആ കുട്ടി ആ പുരുഷനോടൊപ്പം ഇറങ്ങി പോകുന്നത്. മൂത്ത മകള് നിശ്ചയിച്ച വ്യക്തിയുടെ കൂടെയല്ല ഇറങ്ങി പോകുന്നത്. ഇനി മൂത്ത മകൾക്ക് ഇവര് വല്ലാതെ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്ഥലം കൊടുത്തു, വീട് പണിയാനുള്ള ഇതുണ്ട്, അതൊന്നും രണ്ടാമത്തെ മകൾക്ക് ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറയും ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല എന്ന്. എന്തൊക്കെയായാലും സ്വന്തം മകള് പ്രത്യേകിച്ചും ഒരു മുമ്പേ അസുഖമൊക്കെ ഉണ്ടായി ചികിത്സിച്ച് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കുട്ടി, നല്ലൊരു ജീവിതത്തിൽ അവൾ അനങ്ങാതെ അവിടെ ജീവിച്ചു പോട്ടെ ദൈവമേ, അവൾക്ക് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വലുതാക്കി കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുമ്പിലിട്ട് അപമാനിക്കുന്ന രീതിയിലൊക്കെ പറയുന്നതിൽ യാതൊരു വക അർത്ഥമില്ല അല്ലേ. ഇതിൽ വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ചാനലിൻ്റെ തന്നെ ഒരു സ്വഭാവമായതുകൊണ്ട് ഇത് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ സ്വന്തം മകള് അവിടെ നന്നായി ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ ഒരിക്കലും ഇത് പബ്ലിക്കിൽ പറയില്ല. കാരണം ആ മകൾക്ക് എന്ത് പറഞ്ഞാലും, ഈ അമ്മയും അച്ഛനും എന്ത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞാലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അംശം അനുഭവം ആ കുട്ടിക്ക് അവിടെ അനുഭവിക്കേണ്ടി വരും. കാരണം അവിടെ ഭർത്താവിൻ്റെ അമ്മ, അച്ഛൻ, ഭർത്താവ് ഉൾപ്പെടെ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും വേറെ പണിയൊന്നുമില്ല, എന്തിനാണ് നമ്മളെങ്ങനെ ദ്രോഹിക്കണത് എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഒരു വിവാദം വരുമ്പോൾ അതിലൊക്കെ ഏറ്റവും വേദന അനുഭവിക്കുക ആ കുട്ടി തന്നെയാണ്. ആ കുട്ടി ഇപ്പോഴും വളരെ അന്തസ്സായിട്ടൊരു യൂട്യൂബ് വരുമാനം ഉണ്ടാക്കിയിട്ടാണ് ജീവിക്കുന്നത്. പറയുമ്പോൾ ഇവർ ആ കുട്ടിക്ക് യാതൊരു വക സപ്പോർട്ടും കൊടുത്തിട്ടില്ല. പക്ഷേ അവളുടെ സാമർഥ്യം കൊണ്ട് യൂട്യൂബ് വരുമാനം ഉണ്ടായി, അതുണ്ടാക്കി ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് യോജിച്ച് നിന്ന് ജീവിച്ചു പോകുന്നത് തീരെ കണ്ടുകൂടാ. എന്നാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ചൊറിയാനായിട്ട് നിൽക്കുന്നതൊക്കെ വളരെ മോശം ഇടപാടാണല്ലോ. ഒരച്ഛനും അമ്മയ്ക്കും ചേർന്നതല്ല, അവരുടെ തന്നെ മകളാണ്. മറ്റേ മകളോട് വളരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവൾക്ക് സ്ഥലം കൊടുക്കുന്നു, അവൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഈ മകളെന്നെ സ്വന്തം ജീവിതത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ അവരെ കൂട്ടാനുള്ളൊരു ശ്രമം നടത്തുക എന്നല്ലാതെ കൂടുതൽ ശത്രുത വെക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ചില സമയത്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. കാരണം ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ആ കുട്ടി ഇവരെ ദ്രോഹിക്കാതെ ഭർത്താവിൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവളൊരു വരുമാനം ഉണ്ടാക്കുന്നു. ആ വരുമാനം പെട്ടെന്ന് നിലച്ചതിലുള്ള ഭയമാണ് ആ കുട്ടി പറഞ്ഞത്. അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അവർക്ക് യൂട്യൂബ് വരുമാനം അത്ര പ്രധാനമാണ്. അത് അച്ഛനും അമ്മേനെയും ഭർത്താവിൻ്റെ അച്ഛനും അമ്മേനെയും ദ്രോഹിക്കേണ്ട കാര്യമുണ്ടോ? ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവരൊരു ഇൻകം കണ്ടെത്തുന്നത് അത് ആ കുട്ടീനെ അഭിനന്ദിക്കുന്നതിന് പകരം തങ്ങൾ ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഒരു പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ടില്ല, യാതൊരു വക ബാക്കപ്പും കൊടുത്തിട്ടില്ല. ആ കുട്ടിയുടേതായിട്ടുള്ള ഒരു ജീവിതം രൂപപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് ഒരു നേരിട്ട് അവളോട് പറയാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോയിലൂടെ അവൾക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യമല്ലേ. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.